വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ അടുക്കളയിൽ നിന്നും കൊണ്ട് ഇൻട്രോ പറയുന്നത്. ഇത്ര കാലം എൻ്റെ അമ്മയുടെ ഉള്ളങ്കയിലായിരുന്നു ഈ അടുക്കള. ഇപ്പൊ ഞാൻ തിരിച്ച് എൻ്റെ ഉള്ളങ്കയിൽ എത്തിയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ രസമൊന്നുമില്ല, വേണമെങ്കിൽ. ഇന്ന് ഫ്രൈഡേ ആണ്. ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാന്ന്. കാരണം എനിക്കിപ്പോൾ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിവസം ഫ്രൈഡേ ആണ്. കാരണം ഫ്രൈഡേ എനിക്ക് കുറച്ചധികം ഫ്രീ ടൈം കിട്ടും. വിഷ്ണു വർക്കിംഗ് അല്ല. കുട്ടിയായി കഴിഞ്ഞാലേ ഇവിടെ എല്ലാ കൺട്രീസിലും ഉണ്ടായിരിക്കുമല്ലോ പെറ്റേണൽ ലീവ് എന്ന് പറയുന്നത്. അതായത് ഫാദേഴ്സിന് കിട്ടുന്ന ലീവ്. ഇവിടെ നെതർലൻഡ്സിന്റെ റൂള് പ്രകാരം ഒരു 5 ആഴ്ച പെറ്റേണൽ ലീവ് ഉണ്ട്. 5 ആഴ്ച അല്ലേ വിഷ്ണു? അത് 6 ആഴ്ചയോ? 6 മാസത്തിൽ 5 ആഴ്ച. അത് നമുക്ക് കണ്ടിന്യൂസ് ആയി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്രോസ് മന്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഫ്രൈഡേ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മൺഡേ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ചില കമ്പനീസ് അത് എലോ ചെയ്യും. വിഷ്ണുവിന്റെ കമ്പനി അത് എലോ ചെയ്തത് കാരണം ജാനുവരി വരെ വിഷ്ണു ഫ്രൈഡേ വർക്കിംഗ് അല്ല. അമ്മയും അച്ഛനും പോയത് തൊട്ടിട്ട് കേട്ടോ. കാരണം അതുവരെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫ്രൈഡേസ് അതുകൊണ്ട് എനിക്ക് കുറച്ചധികം എന്റെ കാര്യങ്ങൾ ചെയ്യാനും എന്നെ പറ്റി ചിന്തിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അല്ലാന്നുണ്ടെങ്കിൽ 9 to 5 അധികം ഞാൻ ഇവിടെ ഒപ്പാണല്ലോ. അങ്ങനെ അപ്പോ ഇന്നത്തെ ഒരു ഫ്രൈഡേ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു ഫാമിലി ഡേ ആണ് അല്ലെ വിഷ്ണു? എങ്ങനെയുണ്ട് അമ്മയും അച്ഛനും പോയിട്ട്? ഞാൻ വരാം അങ്ങോട്ട്. ഓക്കെ, ഞാൻ ആദ്യം ഈ ഏരിയ തീർക്കട്ടെ. അപ്പോ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസന. ഞാൻ ഇന്ന് യുവിനെ കൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ച്. ഉറങ്ങിപ്പോയി, പക്ഷെ പുള്ളി എണീറ്റ് വരുന്നുണ്ട് വ്ളോഗിലോട്ട്. ഗുഡ് മോർണിംഗ് പറയാൻ പറ്റിയ സമയമാണ്. വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണും മുഖവും ആൾക്കാരും ഒന്നുമില്ല. പാലുടിക്കാൻ സമയമില്ലേ? സ്റ്റാർട്ടായി വരുന്ന സമയമാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് നേരം നോക്കും, പാല് കിട്ടുമോ പാല് കിട്ടില്ലേ, വിശക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പം മുഖം എങ്ങനെ ആയിരിക്കും? കിട്ടില്ലോ എന്ന് തീരുമാനിച്ചാൽ ഈ വീടിൻ്റെ അട്ടം പൊളിയുന്ന രീതിയിൽ നമ്മൾ ചീറിപ്പൊളിക്കും അല്ലേ? അതെ. അതിന് മുന്നേ ഞാൻ പോയി പാല് കൊടുക്കട്ടെ കേട്ടോ. ഇവിടെ വിശപ്പ് മാറിയ സ്ഥിതിക്ക് ഞാനും ഇഷ്ടവും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് നമുക്ക് അവക്കാഡോയും സ്വീറ്റ് പൊട്ടറ്റോയും എഗ്ഗുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഇന്ന് രാവിലെ എണീക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി. രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ വയറിങ്ങനെ വിശന്ന് ഗുളുഗുളു എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട്. കാരണം ഡിന്നറും കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ഡയറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒന്ന് നോക്കിയും കണ്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. പ്രഗ്നൻസി സമയത്തെ കിട്ടുന്ന എല്ലായിടത്തും വായക്കിടുക, എന്താന്നൊരു നോട്ടം ഉണ്ടായിരുന്നില്ല, എല്ലായിടത്തും വായക്കിടുക എന്നുള്ള അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, എന്നെ കണ്ട ഒരു ലുക്ക് ഇല്ല എന്നേ ഉള്ളൂ. ഒരു 12 കിലോന്റെ അടുത്തൊക്കെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അതൊരു 11 കിലോ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു വെയിറ്റ് ലോസ് ആവശ്യമാണ് എന്ന് തോന്നി നമ്മൾ ചെറുതായി ആ പരിപാടിയിലോട്ടൊന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഡയറ്റിംഗ് ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് മീല് കൂട്ടി, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്ത്, പ്രോട്ടീൻ കൂട്ടി, കാർബ്സ് കുറച്ച്, ഷുഗർ കട്ട് ചെയ്ത്, അങ്ങനെയുള്ള ഒരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡയറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു നോളജ് ഇല്ലാത്തത് കാരണം ഞാൻ ഒരു ഡയറ്റീഷ്യന്റെ ഹെൽപ്പോട് കൂടെയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്നത്. കഴിഞ്ഞ 2 ജാനുവരിയിലും നമ്മൾ ഫിട്രിറ്റ് കപ്പിളിന്റെ ഒപ്പം ഒരു വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബറിൽ നമ്മുടെ ഫുഡ് കഴിപ്പും പാർട്ടീസും എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ഗെയിൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ 2 ജാനുവരിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും നല്ല എഫക്റ്റീവ് ആയത് കാരണം ഈ ഒരു പോസ്റ്റ്മോർട്ടം വെയിറ്റ് ലോസും കൂടെ ഫിട്രീറ്റിന്റെ ഒപ്പം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ അവർക്ക് ആപ്പും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാരണം കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടെ ഈസിയാണ്. അപ്പൊ ഇനി സമയം കളയുന്നില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കട്ടെ. നല്ലോണം വിശക്കുന്നുണ്ട്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണ ഫിട്രീറ്റ് കപ്പിളിനായിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ഒരു ഡയറ്റീഷ്യൻ വിളിച്ച് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനും അതേപോലെ തന്നെ ഫുഡ് അലർജീസിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. എത്ര ദിവസത്തെ പ്രോഗ്രാമാണ് നമ്മൾ അവരിപ്പം എൻറോൾ ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഫിറ്റ്നസ് ഗോൾ, ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ കാലറി ഇൻടേക്കും ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഫിട്രീറ്റ് കപ്പിൾ ആപ്പ് വഴി മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയാണ്. എന്ത് ഫുഡ് ഏത് നേരം കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ റെസിപ്പീസും ഓപ്ഷൻസും ആപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഒരു ദിവസം 1420 കാലറിയാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേക്കപ്പ് ഡ്രിങ്ക് തൊട്ട് നമ്മുടെ ഡിന്നർ വരെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കാലറി നമ്മൾ ഒരു ദിവസം കഴിച്ചു എന്നുള്ളതും നമുക്ക് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ പറ്റും. ഫുഡ് പോലെ തന്നെ വെള്ളവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു എന്നുള്ളൊരു മോണിറ്ററിങ്ങും ആപ്പിൽ വരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം വെയിറ്റ് ലോസിന് 3 പ്രോഗ്രാമാണ് കേട്ടോ ഫിട്രീറ്റിന് വരുന്നത്. ഒന്ന് ബേസിക്, പിന്നെ പ്രോ, പ്രീമിയം. നമ്മുടെ കാര്യങ്ങൾക്ക് ഏതാണ് ആവശ്യമെന്ന് നോക്കി ഇതിലേത് പ്രോഗ്രാം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പ്രീമിയം പാക്കേജിൽ ട്രെയിനറുടെ ഒപ്പം ലൈവ് സെഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ അത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളും ആയിരിക്കും.
കഴിഞ്ഞ ദിവസം നമ്മൾ റോസിൻ്റെ അടുത്ത് പോയില്ലേ, അന്നാണ് ലാസ്റ്റ് ഒരു ഹെവി മീൽ കഴിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 4 ദിവസമായി ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി. ഇതാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല കളർഫുൾ ആയിട്ടില്ലേ? മഞ്ഞയുണ്ട്, വെള്ളയുണ്ട്, പച്ചയുണ്ട്, ഓറഞ്ചും ഉണ്ട്. 2 എഗ്ഗ്, അവക്കാഡോ, പിന്നെ ഒരു സ്വീറ്റ് പൊട്ടറ്റോയും, പിന്നെ ഒരു ചിയ സീഡ് വാട്ടറും. ഇതിൽ അവർ ശരിക്കും ലെമണും കൂടെ സ്ക്വീസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ലെമൺ വെറും വയറ്റിൽ കുറച്ച് പ്രശ്നമാണ്. കുറച്ച് അസിഡിക് ഇഷ്യൂ ഉള്ള വയറാണല്ലോ എൻ്റെ. അപ്പൊ ഇത് കഴിക്കുന്നതിന് മുന്നേ നമുക്കിത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഡയറ്റീഷ്യനായിട്ടൊന്ന് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവര് വാട്സാപ്പ് വഴിയുണ്ടോ ഷെയർ ചെയ്യുക. അപ്പൊ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ചേഞ്ചസ് വേണോ, നാളെ കഴിക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കണോ, എന്തെങ്കിലും കൂട്ടണോ, എന്തെങ്കിലും കുറയ്ക്കണോ, കാലറി ഇൻടേക്ക് എങ്ങനെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നമ്മളെ അഡ്വൈസ് ചെയ്യും വാട്സാപ്പിലൂടെ. അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ ചെയ്തത്. ഇതൊന്ന് കഴിക്കട്ടെ, രസത്ത് വയ്യ. കഴിക്കുക വിഷ്ണു. അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഞാൻ ഈ പോസ്റ്റ്മോർട്ടമായിട്ട് ഈ എള്ളുണങ്ങണത് എണ്ണയ്ക്ക്, കുറിഞ്ചാത്തം ഉണങ്ങണത് എന്തിനാ? താൻ എന്തിനാണ് ഇതൊക്കെ കഴിക്കുന്നത്? വിഷ്ണുവിന് ഭയങ്കര ചേഞ്ച് ആയിരുന്നു 2 കൊല്ലം മുന്നേ. ആ ഒരു ഡയറ്റ് ചെയ്തപ്പോ ഉണ്ടായിരുന്നല്ലേ ഒരു വേദിയിലോട്ട് വരും. കം ടു ദ വേദി. ഉറങ്ങിണീറ്റൊന്നും ചെയ്തിട്ടില്ല. രാവിലെ എണീറ്റ് വിഷ്ണുവും ചെയ്തിട്ടുണ്ടായിരുന്നു ഫിട്രേറ്റിന്റെ ഒപ്പം ഈ ഒരു വെയിറ്റ് ലോസ്. അതിനുശേഷം വിഷ്ണുവിന് ഭയങ്കര മെന്റൽ ചേഞ്ച് ആണ് ഉണ്ടായത് അല്ലേ? ഫിസിക്കൽ ചേഞ്ചിനേക്കാളും കൂടുതൽ ഓരോ കാര്യം കഴിക്കുമ്പോൾ നോക്കിയും കണ്ടും കഴിക്കാനും ഐഡിയൽ വെയിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാനും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ഒക്കെ അല്ലേ? അന്ന് എനിക്ക് മറ്റേ ബാക്കിന്റെ സർജറിക്ക് ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാതെ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2023 ആ 2 ഫോട്ടോ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ചേഞ്ച് കാണിച്ചു കേട്ടോ, മുന്നത്തെ ഇപ്പത്തെയും കൂടെ ഡിഫറൻസ്. ആ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് സർജറി കഴിഞ്ഞ ഒരു കപ്പിൾ ഓഫ് വീക്സിൽ അച്ഛനും അമ്മയും വന്നു. അപ്പം ഫുഡ് കുറച്ചധികമായി കഴിക്കല്, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഡിസംബറിൽ ക്രിസ്മസ് ആയി. അപ്പൊ വീണ്ടും നല്ലോണം ഫുഡ് റെഡിയായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ ഡിസംബർ കഴിയുമ്പോഴേക്കും ഞാനൊരു 84 എന്തോ ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും 89 ഒന്നും ഇല്ല. 89 കുറെ എന്താ പറയണത്? 89 ഒന്നും ഇല്ല, 84 ആണ്. 83 പോയിന്റ് സംതിങ് ആയിരുന്നു എന്റെ ആ സമയത്ത് ഒരു വെയിറ്റ്. അതും സ്റ്റിൽ എന്റെ ഐഡിയൽ വെയിറ്റ് 80 എന്ന് പറയാം, ബിക്കോസ് ഞാൻ 180 ആണ് എന്റെ ഹൈറ്റ്. പക്ഷെ എനിക്ക് ഒരിക്കലും എൻ്റെ ഒരു ബോഡീന്റെ നേച്ചർ വെച്ചിട്ട് 80 വെക്കുമ്പോൾ എനിക്ക് എപ്പോഴും കുറച്ച് വയറും ചാടും. അപ്പം അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ കുറച്ച് 80ന്റെ താഴെയാണ് പിടിക്കാറ് എപ്പോഴും. അപ്പൊ എനിക്ക് ബോഡി കുറച്ചും കൂടെ വയറൊന്നും ഇല്ലാത്ത പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്ത് 83 എത്തിയപ്പം വയറും വന്നു, നല്ല തടിയും വന്നു. അപ്പൊ 2 ഉള്ള ഒരവസ്ഥയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊരു 3 മാസത്തെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരായിട്ട്, അതായത് ഫിട്രീറ്റ് കപ്പിളായിട്ട്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു റിട്ടേണിങ് ടു നോർമാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു 74 തിരിച്ചെത്തി. അതും ഞാൻ ഹാർഡ് കോർ ഡയറ്റ് അല്ല. ലൈക്ക് ആ സമയത്ത് എനിക്ക് എക്സസൈസിന് ലൈക്ക് കൺട്രോൾ വേണമായിരുന്നു. കാരണം സ്റ്റിൽ ഞാൻ സർജറി കഴിഞ്ഞിട്ട് 3 മാസം ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും വീട്ടിൽ നിന്ന് ചെയ്യുന്ന എക്സസൈസും അല്ലെങ്കിൽ നടക്കാൻ പോവുക അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യേണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫുഡ് റാൻഡമായിട്ട് കുറയ്ക്കാനും പറ്റില്ലായിരുന്നു. എഗെയിൻ ഞാൻ ബോഡി സർജറി ആയിട്ട് റീകവർ ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പൊ അതിലും ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് എനിക്ക് 3 മാസത്തിലേക്ക് ഒരു നോർമൽ ഡയറ്റ് പ്ലാൻ, അതും പ്രമാണിച്ചിലേക്ക് ഞാനൊരു കംപ്ലീറ്റ്ലി പ്രോട്ടീൻ റിച്ച് ഡയറ്റ്, അങ്ങനെയല്ല, ഒരു നോർമൽ ഡയറ്റ് തന്നെ. ലൈക്ക് ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഫുഡ് കൂട്ടുക, ആ രീതിയിൽ. പക്ഷെ എസ്പെഷ്യലി എനിക്കൊരു ഇതായി തോന്നിയത്, നമ്മളൊരു ഒരു തേർഡ് പാർട്ടി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ നമ്മുടെ കാര്യത്തിൽ അന്വേഷിക്കുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻസ് വരും. അല്ലെങ്കിൽ കാരണം ഞാൻ അല്ലെങ്കിൽ നമുക്കൊരാളിങ്ങനെ എന്തായി ഇന്നത്തെ ഫുഡ്, എന്തായി ഇന്നത്തെ ലഞ്ച്, എന്തായി ഇന്നത്തെ ഡിന്നർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു റെസ്പോൺസിബിൾ ആവും. വല്ലാതെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇന്നൊരു ദിവസം പോട്ടെ അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഉച്ചയ്ക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാം എന്ന് ചിന്തിക്കാവുന്ന ഒരു മോഡിലേക്കാണ് കൂടുതൽ പോകുക. ഇതൊരാൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി തോന്നും. അപ്പോൾ അതെനിക്കൊരു ഗുഡ് തിങ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം എവിടെ പോകുമ്പോഴും നമ്മളെന്തെങ്കിലും കഴിക്കുമ്പം ഫോട്ടോ അയക്കും. അത് പ്രമാണിച്ച് ഫോർ എക്സാമ്പിൾ ഒരു ഡേ നമ്മളിപ്പം എന്തെങ്കിലും നല്ലത് കഴിക്കാൻ തോന്നി അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ ഞാൻ പറയാറുണ്ട് എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിക്കാൻ തോന്നി. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചോളൂ. കഴിക്കുമ്പം ഒരു ചെമ്പ് ബിരിയാണി കഴിക്കരുത്, പക്ഷെ ലിമിറ്റിന് കഴിക്കുക. ഒരു ശബ്ദം കേട്ടു, ഞാൻ വിചാരിച്ചു യു എന്തോ ചെയ്തു. പക്ഷെ യു ആണെങ്കിൽ കിടക്കണ്ട അവിടെ. അപ്പം പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയല്ല ഓരോന്ന് കണ്ടുപിടിക്കുക.
അപ്പം എന്റെ എക്സ്പീരിയൻസിൽ ആ 3 months പ്രോഗ്രാം ഭയങ്കര അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു 1 month ആണ് ചെയ്തത്. അതൊക്കെ ഈ ഡിസംബർ നവംബർ നമ്മൾ ഫുഡ് അടിയും പിന്നെ പുറത്തു പോലൊക്കെ കൂടുമ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ ഇവിടെ വിന്റർ ഡിസംബറും ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ജിമ്മൊക്കെ ഒന്ന് കട്ടാവും കുറെ രാവിലെ. പിന്നെ ആ 3 months പ്രോഗ്രാമിൽ തനിക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോഴും എന്നെക്കാളും നന്നായിട്ട് വിഷ്ണു ആയിരുന്നു ആ ഒരു റുട്ടീൻ. എനിക്ക് ഓവർ ഈറ്റിംഗ് കുറച്ച് കുറഞ്ഞു. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പം അവിടുത്തെ ഡയറ്റീഷ്യൻ പറയും 3 ദോശ കഴിക്കൂ, അല്ലെങ്കിൽ ഇപ്പൊ 4 ഇഡ്ഡലി കഴിക്കൂ, അങ്ങനെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു 3 മാസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പോയിട്ട് 12 ഇഡ്ഡലി കഴിക്കാൻ നമുക്ക് തോന്നൂല, നമുക്ക് ചെറിയ ഗിൽട്ട് അടിക്കും. അപ്പം അങ്ങനെ എനിക്കൊരു ഫുഡ് കൺട്രോൾ കുറച്ചൊരു, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത്ര കഴിച്ചാൽ വിശക്കാതെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടി തുടങ്ങി. അപ്പൊ അതൊരു നല്ലൊരു ഇതായിരുന്നു. കാരണം ഓവർ ഈറ്റിംഗ് കുറച്ച് കുറഞ്ഞു. അപ്പം അതും നല്ലൊരു ചേഞ്ച് ആയിരുന്നു. പക്ഷെ സോഫർ ആ ചേഞ്ച് ഒക്കെ വെച്ച് പോയിട്ട് ഇപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു വീണ്ടും ആ ലെവലിലേക്ക് പിന്നെ ഒരിക്കലും പോയിട്ടില്ല. ഇപ്പൊ അച്ഛനും അല്ലല്ല അച്ഛനമ്മയും പോവും. ഇപ്പൊ ഈടെ അച്ഛനമ്മയും ഇപ്പൊ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വന്ന സമയത്ത് അച്ഛനമ്മയുള്ള സമയത്ത് ഫുഡ് അടി വീണ്ടും ഓവർ ആയിരുന്നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് അധികം കഴിക്കും. അപ്പൊ ഞാൻ വീണ്ടും ഒരു 1.5 കിലോ ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛനമ്മയും പോയപ്പോ വീണ്ടും കുറഞ്ഞു. ഞാനിവിടെ 12 കിലോ നീ പ്രസവിച്ചല്ലോ, ഞാൻ പ്രസവിച്ചില്ലല്ലോ. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്ക് പറയാനുള്ളത്, ഏത് പ്രോഗ്രാമും ആരാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ലോസും കാര്യത്തിനും ഒക്കെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് വരണം കേട്ടോ, എന്നാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ ഡയറ്റീഷ്യൻ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒളിച്ചു മാറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. എനിക്കിപ്പോ കഴിക്കാൻ നല്ല കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഞാൻ കഴിക്കട്ടെ കേട്ടോ. കഴിക്കുന്നില്ലേ? നമ്മൾ കുറച്ച് പോർഷൻ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ചെറുതായി ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, ഒരുപാട് ഗ്യാപ്പ് ഫുഡ് തമ്മിൽ വരരുത്. അങ്ങനെ ഗ്യാപ്പ് വന്ന് വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. നമുക്ക് യൂസ്ഡ് ആയിട്ട് നമ്മുടെ നാക്കിന് ടേസ്റ്റ് വന്ന ഫുഡ് പിന്നെ കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പകുതിയായി പോക്കി അൽക്കതെ യുബീനെ കാണാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ വിളിച്ചിട്ടുള്ളത് യുബീനെ ആരാണ് കാണാൻ വിളിച്ചിട്ടുള്ളത്? മീമിന്ന് അത്ര വിളിക്കണ്ട, മര്യാദക്ക് കൊച്ചിനെ ആരെയും വിളിക്കാനില്ല. ഒക്കെ കഴിഞ്ഞ് ഞാനൊരു ചെറിയ നടത്തത്തിന് ഇറങ്ങിയതാട്ടോ. നടക്കുമ്പോൾ ഞാൻ ഫിട്രീറ്റ് കപ്പിളിൻ്റെ ആപ്പ് തന്നെയാണ് യൂസ് ചെയ്യാറ്. ദേ ഈ കാണുന്നത് പോലെ നമ്മൾ എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര മിനിറ്റിലാണ് അല്ലെങ്കിൽ എത്ര മണിക്കൂറിലാണ് എത്ര സ്റ്റെപ്പ് നടന്നു എന്നുള്ളതൊക്കെ നമുക്കിവിടെ മോണിറ്റർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ നടത്തം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എൻഡ് ചെയ്യുക. അപ്പോൾ എത്ര സ്റ്റെപ്സ് നടന്നു എന്നുള്ളത് കൃത്യമായി ഇവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റും. എത്ര മിനിറ്റിൽ എത്ര സ്റ്റെപ്പ് നടന്നു എന്നൊക്കെ നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു സെൽഫ് ഇവാലുവേഷനൊക്കെ നടത്തി നാളെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനത്തെ പേഴ്സണൽ ഗോൾസൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. എല്ലാ ദിവസവും ഈ വിചാരിച്ച പോലെ ഈ ഒരു സമയത്ത് തന്നെ നടക്കാനൊന്നും പറ്റാറില്ല കേട്ടോ. കാരണം അവൻ്റെ മൂഡും വിഷ്ണുവിൻ്റെ ജോലിയൊക്കെ അനുസരിച്ചിട്ടിരിക്കും. ഇന്നിപ്പോൾ വിഷ്ണു വീട്ടിലുണ്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ അവനെ ഉറക്കി അവൻ്റെ ബേബി മോണിറ്റർ ഞാൻ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്ത് ഞാനൊരു ഹാഫ് ആൻ അവർ ഒന്ന് നടന്നിട്ട് വരും. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ ഡിസൈഡ് ചെയ്താൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കത് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് കണ്ടെത്തണമല്ലോ. അപ്പം അതിൻ്റെ ഒരു ശ്രമത്തിലാണ്. 3 ദിവസമാണ് കേട്ടോ ഇപ്പോൾ ജിമ്മിൽ പോവാറ്. ഞാൻ പോവാറ് മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ. വിഷ്ണു പോവാറ് വെൻസ്ഡേയും ഫ്രൈഡേയും സാറ്റർഡേയും. വിഷ്ണു ബാഡ്മിൻ്റനാണ് ഇപ്പോൾ പോവാറ്. ഞാൻ കൂടുതൽ ജിമ്മിലാണ് പോവാറ്. അപ്പോൾ ജിമ്മിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ട്രെയിനറുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിലാണ്, അതായത് അവരുടെ ഗൈഡൻസിലാണ് ഞാൻ എൻ്റെ വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുപോകും. അതുപോലെ കുറച്ച് ദിവസത്തിൽ നമ്മൾ നാട്ടിൽ പോവുകയാണല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് മുഴുവനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി അവരുടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം എന്തായാലും ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാനൊരു റുട്ടീനിലൊന്ന് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതിലൊന്ന് കയറി കഴിഞ്ഞാൽ, നാട്ടിൽ പോയി കഴിഞ്ഞാലും എനിക്ക് ഡെയിലി ഞാനിപ്പോൾ സ്റ്റെപ്പ് ചെയ്യുന്നു, അതേപോലെ തന്നെ കുറച്ചൊന്ന് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാനും പറ്റും. അതിനുശേഷം ജാനുവരി തിരിച്ച് വന്ന് ഇവരുടെ ഇപ്പോൾ ഒരു പ്രോപ്പർ വെയിറ്റ് ലോസ് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ അപ്ഡേറ്റ്സ്. അപ്പോൾ ഞാൻ ഒന്ന് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്തൊന്നും നടക്കട്ടെ. നമുക്കൊരു ചെറിയ ഷോപ്പിങ്ങിന് പോകാനുണ്ട്. നമ്മൾ നാട്ടിൽ പോകാൻ കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. അപ്പോൾ നാട്ടിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വാങ്ങിക്കാനുണ്ട്, കുറച്ച് ഗിഫ്റ്റ്സ് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ ഒരു മേജർ ഷോപ്പിംഗ് ഇത്തവണ ഇല്ല. കാരണം ഞാനിപ്പോൾ നാട്ടിൽ വന്ന് പോയിട്ട് കുറച്ചാവുന്നേ ഉള്ളൂ. പിന്നെ അമ്മയും അച്ഛനും വന്നപ്പോഴും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഷോപ്പിംഗ് ഇല്ല. എനിക്ക് ഈ ഒരു ബ്രിഡ്ജ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോൾ നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാലും കുറച്ച് നേരം ഞാനിവിടെ നിൽക്കും. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാം. ശ്രദ്ധിച്ച് എൻ്റെ കവിളൊക്കെ ചുവന്ന് തുടുത്തിരിക്കുന്നുണ്ടോ? തണുപ്പിടിച്ചിട്ടാ തോന്നുന്നു. കൊള്ളാം, അതെനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം ശരിക്കും ഒരു ഫോൾ സീസൺ വൈബില്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്.
ഈ ഒരു ഫോൾ സീസണിൽ മാത്രമല്ല, അല്ലെങ്കിൽ നേച്ചർ ഒരു പ്രത്യേക കഴിവാണ് നമ്മളെ ഹീൽ ചെയ്യാനും നമ്മൾക്ക് ഹാപ്പിനെസ് തരാനും ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ ഒരു നടത്തം ഞാൻ നല്ലോണം എൻജോയ് ചെയ്യാറുണ്ട്. ഇവിടെ ചെറിയ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഫോൾ സീസണൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ഈ റോട്ടിലെ ഇലകളും കൂടെ ഇടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. ടമ്മി ടൈം ആണല്ലേ യുവി ടമ്മി ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ടമ്മി ടൈം ടോയ് എന്ന് പറഞ്ഞിട്ട് 1-2 ടോയ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒന്നൊരു ഡാൻസിങ് സ്ക്വിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഒരു സൈഡിൽ മിററും പിന്നെ ബാക്കി സൈഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന കുറച്ച് ഇമേജസ് ഒക്കെ വരുന്ന ഒരു ടോയ് ആണ്. ഇത് വെച്ചതിന് ശേഷം ഇവര് ടമ്മിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തല പൊക്കി അവരുടെ മുഖം കാണാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ നോക്കും. അതാണ് ഈ ഒരു ടോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പറയില്ലേ, നമ്മൾ പിള്ളേരെ കണ്ണാടി കാണിക്കരുത് എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല. കുട്ടികൾ പേടിക്കും എന്നാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. പക്ഷെ അതിന്റെ റിയൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ അധികം ടോയ്സിൽ അല്ലെങ്കിൽ പിള്ളേരുടെ അധികം ടോയ്സിൽ മിറേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് മുഖം കാണുന്നത് ഇഷ്ടമാണ് എന്നാണ് പറയുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്ലേ മാറ്റിന്റെ അകത്തും ഒരു മിറർ ഉണ്ട്. പിന്നെ അവന്റെ ഈ ടമ്മി ടൈം ടോയിൽ ഒരു മിറർ ഉണ്ട്. അപ്പൊ അവരുടെ മുഖം കാണുമ്പോൾ കൂടുതൽ അവർ അതിക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് കിടക്കുന്നത് പോലെ കാണാറുണ്ട്. അപ്പൊ അതാണ് മിറേഴ്സ് ഇതിലൊക്കെ വരുന്നതിന്റെ ഒരു കാര്യം അല്ലെ. യുവി ലുക്കാണോ ഈ മിററില്? ആണോ? വിഷ്ണു ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി പോയതാണ്. അപ്പോൾ വിഷ്ണു കുളിച്ച് വരുമ്പോഴേക്ക് ഞാൻ ഇവന്റെ കുറച്ച് ടമ്മി ടൈം ഒന്ന് കഴിഞ്ഞ് ചോറും കൂടെ വെക്കട്ടെ. എന്നിട്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികൾ ഇന്ന് ചെയ്യാനുണ്ട്. ഇന്ന് മാക്സിമം എന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. കാരണം ബാക്കിയുള്ള ദിവസങ്ങള് ഈ ബോയിനായിട്ട് കുറച്ച് സ്റ്റക്കാണ് ഞാൻ 9 to 5. അപ്പൊ 9 to 5 കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ഒരു ഫുൾ ഡേ നമ്മളൊരു കുട്ടീനായിട്ട് മാത്രം സ്പെൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് കുറച്ച് തലയിൽ കൂടെ കിളി വറക്കുന്ന പോലെയൊക്കെ ചെറുതായിട്ട് തോന്നും, കാര്യമായിട്ടില്ല എന്നുണ്ടെങ്കിലും. അപ്പൊ പിന്നെ വേറെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ സമയമൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രൈഡേസ് ആണ് ഞാനിപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൈഡേ നമ്മളൊരു ചെറിയ ഫാമിലി ടൈമും കൂടെ ആക്കാറുണ്ട്. ബാക്കി വിഷ്ണുവിന്റെ ജോലി, വിഷ്ണു ഇപ്പൊ ജിമ്മിൽ പോവാ, ഞാൻ ജിമ്മിൽ പോവാ, ഇവന്റെ കാര്യങ്ങള്, എന്റെ ജോലി, അങ്ങനെയൊക്കെ ആയിട്ടൊരു ഒരു ഫ്ലോയിലായിരിക്കും ഇങ്ങോട്ട് പോകുന്നുണ്ടായിരിക്കുക. ഫ്രൈഡേ ആണ് ഞാൻ എനിക്ക് കുറച്ച് സമയം കണ്ടുപിടിക്കുന്ന ഒരു ദിവസം. ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നമ്മൾ ടമ്മി ടൈം പോവാണ്. ടമ്മി ടൈം, കമോൺ ലെറ്റ്സ് ഗോ ടു ടമ്മി ടൈം ചെയ്യാം. കണ്ടോ? ഗുഡ് ബോയ്. ഇതെന്താ നോക്ക്. പൊങ്ങട്ടെ. ഇപ്പൊ കുറച്ചും കൂടെ അവൻ തല പൊക്കി തുടങ്ങിയിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി. അല്ലെങ്കിൽ വെച്ചോടനെ അവൻ കിടക്കുമായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ ഒക്കെ നേരം പൊങ്ങി നോക്കണതാണ്. ഒരു 5 minutes ഒറ്റയ്ക്ക് കളിക്കോ യുവി? ഒരു 5 minutes ഒറ്റയ്ക്ക് കളിക്കോ? അമ്മ പോയി ചോറ് വെച്ചിട്ട് വരട്ടെ. ഇല്ലാന്ന് പറയരുത് പ്ലീസ്. നോക്കൂ, ഇതാരാ? നോക്കൂ, ഇതാരാ? യുവിയാണോ അത്? യുവിയാണോ അത്? ഇത് യുണീക്ലോ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ബ്രാൻഡില്ലേ, അതിന്റെ ബോഡി സ്യൂട്ടാണ് കേട്ടോ. ഭയങ്കര അടിപൊളി മെറ്റീരിയൽ ആണ്. ഈ ബട്ടൺസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര കിടലമാണ്. എന്താണ്? നമുക്ക് ചോറ് മാത്രമേ വെക്കുള്ളൂ. നമ്മള് ഈ ഒരു മീൽ പ്രപ്പ് ചെയ്ത് വെക്കാറുണ്ട്. കുറച്ച് കറികളൊക്കെ ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട്, ഓൾമോസ്റ്റ് തീർന്നു തുടങ്ങി. ഈ മീൽ പ്രപ്പിംഗ് നല്ലൊരു കാര്യമാണോ, ഇത് ഹെൽത്തിന് ഭയങ്കര മോശമല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ കമന്റ്സ് ആയിട്ട്. അപ്പൊ ആക്ച്വലി മീൽ പ്രപ്പിംഗ് അത്ര ഒരു മോശം കാര്യമൊന്നും അല്ല കേട്ടോ. കാരണം ഇപ്പത്തെ ഞങ്ങളുടെ ഒരു അവസ്ഥയില് നമുക്ക് ഡെയിലി കുക്ക് ചെയ്യാൻ സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവന്റെ ഒപ്പം സ്പെൻഡ് ചെയ്യേണ്ട സമയം കുറയും. നമുക്ക് രണ്ടുപേർക്കും വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സമയം കുറയും. പിന്നെ ചിലപ്പോ അങ്ങനത്തെ വേറെ കുറെ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യേണ്ടി വരും പുറത്തുനിന്ന്. അപ്പൊ നമ്മൾ ഹോട്ടൽ ഫുഡാണ് കഴിക്കുക. അപ്പൊ അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ഓപ്ഷൻ നമ്മൾ മീൽ പ്രപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നന്നായിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം തന്നെ നമുക്ക് 3 നേരം വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഫുഡ് മോശമായി പോകില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പൊ നമ്മൾ മീൽ പ്രപ്പ് ചെയ്ത് വെക്കുമ്പോ ആ മീലില് കാർബ്സ്, പ്രോട്ടീൻ, ഫാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഭയങ്കര ലോസ് സംഭവിക്കില്ല. പക്ഷെ വൈറ്റമിൻ സി, പിന്നെ B12 അങ്ങനത്തെ കുറച്ച് ഫുഡിലെ കണ്ടന്റ്സ് ഉണ്ടല്ലോ, അതിനൊരു 10 to 20% ലോസ് നമ്മളൊരു 4 days കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ ഒരു 10 to 20% ലോസേ സംഭവിക്കുന്നുള്ളൂ.
ബാക്കി നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫുഡ്, നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് തന്നെയാണ് നമ്മൾ എല്ലാ നേരം കഴിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സമയം ലാഭിക്കാനും വീട്ടിലെ ഭക്ഷണം തന്നെ കഴിക്കാനും ഒക്കെ മീൽ പ്രപ്പിംഗ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻ കാര്യം ഈ പറഞ്ഞതുപോലെ നമ്മൾ ഡെയിലി കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇവന്റെ ഒപ്പം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുകയില്ല. ഒന്നെങ്കിൽ ഞാനോ വിഷ്ണുവായിട്ട് കിച്ചണിൽ നിന്നുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നു സൺഡേ അങ്ങോട്ട് കുറച്ച് കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു തേഴ്സ്ഡേ ഫ്രൈഡേ വരെയൊക്കെ അറ്റ്ലീസ്റ്റ് അത് ഓടും. അപ്പൊ അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് കിട്ടും. പിന്നെ മീൽ പ്രപ്പ് ചെയ്ത് വെക്കുമ്പോഴും നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി ചൂടാറി ഫ്രിഡ്ജിൽ വെക്കുകയല്ല കേട്ടോ. ഇപ്പൊ ചിക്കൻ റാപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ നമ്മൾ വേവിച്ച് വെക്കും. അപ്പൊ ഫൈനലായിട്ട് റാപ്പ് ചെയ്യുമ്പോൾ ചിക്കൻ ഒന്നും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക, പിന്നെ റാപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യുക. ഇപ്പൊ ചോറിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. ചോറ് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വെക്കാറ്. അപ്പൊ ചോറ് ഇപ്പൊ വെക്കുകയാണ്. അങ്ങനെയാണ് നമ്മളൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇത് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ നമ്മുടെ ഷോർട്സിൽ കുറച്ച് പേര് ഇങ്ങനത്തെ കൺസേൺസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യം തോന്നിയതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ വരുന്ന ചില മട്ട റൈസിനൊക്കെ ഉണ്ടല്ലോ നല്ല കളറാണ്. നമ്മൾ 2-3 തവണ കഴുകി കളഞ്ഞാലും ആ വെള്ളത്തിൽ കളറ് കാണാം. അതുകൊണ്ട് ചോറല്ല അരി നന്നായി കഴുകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇവൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് ഈ ഫോട്ടോയിൽ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു 2 മിനിറ്റ് സമയം ഞാൻ തരാം. അവർ ലവ് യുവാൻ വിഷ്ണു ടൈം വെയിറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം ഞാൻ അതിൽ എഴുതാൻ മറന്നു. ഡേറ്റ്, ടൈമും വെയിറ്റും ഒക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഡേറ്റ് ഞാൻ അതിൽ എഴുതാൻ മിസ് ചെയ്ത് പോയി. അതിന് മാറ്റണം. പക്ഷെ ഇത് ഇവൻ ജനിച്ചിട്ട് ഞാൻ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു കേട്ടോ. ജനിച്ച ഉടനെ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല സ്ഥലം കാണാൻ. ഒരു ഫോട്ടോ നമ്മൾ ദേ ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവൻ്റെ 28-ന് വൈകുന്നേരം അവൻ്റെ ഡ്രസ്സായിരുന്നു. ആ ഒരു ട്രൗസറും പിന്നെ ഒരു കസവിൻ്റെ ഷർട്ട് പോലത്തെയും. നല്ല ഫോട്ടോ അല്ലേ അത്? അപ്പം അങ്ങനെ 2 ഫോട്ടോ ആണ് നമ്മൾ ഇവിടെ ഈ ഒരു ലിവിങ് റൂമിൽ വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഫ്രഷായോ? ഇനി എന്താണ് അമ്മേനെ അങ്ങനെ തിരിഞ്ഞു നോക്കണത്? അതൊക്കെ പിള്ളേർ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങോട്ട് അച്ഛൻ നോക്കിക്കോളൂ. ഇനി അമ്മ ഇനി കുറച്ചു നേരം പണിക്ക് പോട്ടെ. ഓക്കെ, ഞാൻ കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു വീണ് കിടക്കുന്ന ഇലയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങണം എന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവസാനം ഇതെല്ലാം കൂടെ നല്ല പണിയായിരിക്കും. അപ്പം ഇപ്പം വീണതെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് അടിച്ച് ഒതുക്കി വെക്കാം. എന്നാൽ ആ പണി തീരുമല്ലോ. വിഷ്ണു അപ്പോൾ ആ നോക്കില്ലേ? ഇപ്പോൾ വിഷ്ണുവിന് എക്സാം ഉണ്ടല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് വിഷ്ണു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മൾ ഒറ്റയ്ക്ക് യുവിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാഴ്ച? ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ഈസി അല്ല, നല്ലോണം സമയം മാറ്റി വെച്ച് ചെയ്യേണ്ട പരിപാടി തന്നെയാണ്. പിന്നെ നോർമൽ കാര്യങ്ങളുടെ ഇടയിലൂടെ അങ്ങനെ യുവിനെ നോക്കി കൊണ്ടുപോകാൻ പറ്റില്ല. യുവിനെ നോക്കിയിട്ട് നോർമൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. യുവിനെ നോക്കുന്നത് പ്രയോറിറ്റി കൊടുത്ത് നോർമൽ കാര്യം ചെയ്യേണ്ടി വരും. എങ്ങനെ എക്സ്ഹോസ്റ്റഡ് ആവുന്നുണ്ടോ? പ്ലാൻഡ് അല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് ടയർഡ് ആവും. ചില ദിവസം കുറച്ച് എക്സോസ്റ്റഡ് ഞാൻ പറഞ്ഞില്ല. ചിലപ്പോൾ അവൻ രാത്രി ക്രാങ്കി ടയർഡ് ആവുന്നുണ്ട്. അപ്പോൾ അവൻ ഉറങ്ങൂല. അപ്പോൾ നമ്മൾ എടുത്ത് നടക്കേണ്ടി വരും. അപ്പോൾ കുറേ നേരം നടക്കുമ്പോൾ നമ്മൾ ടയർഡ് ആവും. പിന്നെ നമ്മൾ ഉറങ്ങാൻ ലേറ്റ് ആവും. പിന്നെ രാവിലെ ഇവനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എഴുന്നേൽക്കണം. സോ യാ ഡിപ്പെൻസ്. ഇതിന്റെ ഇടയിൽ വിഷ്ണു ഓഫീസിൽ പോയൊരു ദിവസം ഉണ്ടായിരുന്നു എനിക്ക്. അന്നായിരുന്നു ഇവൻ ജനിച്ചതിന് ശേഷം ഏറ്റവും ക്രാങ്ക് ആയിട്ടുള്ള ഒരു ദിവസം അല്ലേ? ഒരു സെക്കൻഡ് നിലത്ത് വെക്കാൻ സമ്മതിക്കല്ല. എനിക്ക് വൈകുന്നേരം വിഷ്ണു വരാനായപ്പോ തലേന്ന് കിളി വറക്കുന്ന അവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? നിന്നെ പട്ടി കുട്ടം പടയാണ്. ഞാൻ ഓഫ് ചെയ്യാം. നിന്നെ പട്ടി കുട്ടം പടയടാ അമ്മ. ചെറുതായി വിശക്കുന്നുണ്ടായിരുന്നു. നമുക്കൊരു കിവി കഴിക്കാം കേട്ടോ. ഇതെനിക്ക് പ്രഭു പറഞ്ഞതാണ്. ഇതൊരു സീ സോൾട്ട് ഫ്ലേക്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് ഈ ഒരു കിവിടെ മുകളിലിട്ടിട്ട് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ? ആദ്യം പ്രഭു എനിക്ക് തന്നപ്പോൾ ഞാൻ പുച്ഛിച്ചായിരുന്നു, പിന്നെ ഇതൊക്കെയാണ് ഇത്ര ടേസ്റ്റ് എന്ന്. പക്ഷെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ കാര്യമായ ഡിസ്കഷൻ എന്താണെന്നറിയോ? നാട്ടിലെപ്പോഴും നമ്മൾ വരുമ്പോൾ അതിന് മുന്നേ നമ്മൾ പ്രോപ്പറായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കാരണം കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരിക്കും. അതാണ് ഈ മേജർ ഡിസ്കഷൻ. അങ്ങനെ നമ്മൾ ലഞ്ച് റെഡി. കുറച്ച് ചോറുണ്ട്, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, പിന്നെ ഇത് ബീൻസും ക്യാരറ്റിൻ്റെയും ഒരു ഉപ്പേരിയാണേ. ഇനി ഇതെല്ലാം ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ഡയറ്റീഷ്യൻ അയച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം. നമുക്ക് ചോറൊക്കെ കഴിക്കാം കേട്ടോ. പക്ഷേ ഈ പറഞ്ഞതുപോലെ പോർഷൻ കൺട്രോൾ ചെയ്ത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് എപ്പോഴും ചോറ് കഴിക്കുമ്പോൾ എക്സൈറ്റിംഗ് ആയിട്ടൊരു സാധനം ഒപ്പം വേണം കേട്ടോ. ഞാൻ അമ്മ അപ്പം ലഞ്ച് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചോദിക്കും എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അതായത് ഒന്നെങ്കിൽ ഒരു ഉള്ളി മുളക് ഉടച്ചതോ അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്നത്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തത് കാരണം എനിക്ക് പച്ചമുളകും ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന കാര്യമാണ്. അതുകൊണ്ട് ചെറിയ പച്ചമുളക് കഴിക്കുന്നുണ്ട് നമ്മളൊപ്പം. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ടയറിംഗ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു.
ആയിരുന്നേ. നമ്മൾ ഈ ഒരു പുതിയ ലൈഫിനോട് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ കുട്ടീനെ വളർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളർത്തിയതാണ്. പക്ഷെ ഞാനും വിഷ്ണു ആദ്യമായിട്ടാണല്ലോ ഒരു നമ്മുടെ ലൈഫിലോട്ടൊരു ചെറിയ ആളെ വന്നിട്ടുള്ളെങ്കിലും ആ ആൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, അതോ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരും. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വീക്ക് ആവാനുള്ള സാധ്യതയൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടാനുള്ള സാഹചര്യങ്ങളും ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് വേണം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് നമുക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടുള്ളത്. ചെറുതായി കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഗോത കാണുന്നുണ്ട്. ഞാൻ ഈ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇന്ന് എങ്ങനെയാണ് ദിവസം സമയം പോകണമെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. രാവിലെ കണ്ണ് തുറക്കുന്നേ ഓർമ്മയുള്ളൂ, പിന്നെ നോക്കുമ്പോഴേക്ക് വൈകുന്നേരം 5 മണി 6 മണി ആയിട്ടുണ്ടായിരിക്കും. വർക്കിംഗ് ഡേയ്സും അങ്ങനെ തന്നെയാണ്. രാവിലെ വിഷ്ണു ജോലിക്ക് കയറിയെന്ന് കേൾക്കുന്നുണ്ടായിരിക്കും, കുറച്ച് കഴിയുമ്പോഴേക്ക് വൈകുന്നേരം 5 മണി ഉണ്ടായിരിക്കും. സമയം ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നേരത്തെ ഹോഫ് ഡോപ്പ് സെൻറ്റർ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഷോപ്പ് ചെയ്യുക, അധികം തിരക്കുണ്ടാവില്ല. ഇന്ന് ഈവനിങ് ആകുമ്പോഴേക്ക് വീക്കെൻഡൊക്കെ തുടങ്ങുന്നൊരു ഫീലിൽ കുറച്ച് തിരക്കുണ്ടാവും. പിന്നെ ഫ്രൈഡേയ്സ് ആണ് ഇവിടെ രാത്രി 9 മണി വരെ ഉള്ളത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഏതൊക്കെയോ വഴിക്ക് നമ്മൾ 5 മണിയായി. അത്രേ ഉള്ളൂ. പെട്ടെന്ന് ദിവസം പോണം. ഇവിടെ കണ്ടോ, ഇത്രയും ചപ്പലകൾ കൂട്ടി കിടക്കുന്നുണ്ട്. ഇത് കുറച്ചെങ്കിലും ഒന്ന് അടിച്ചു വരട്ടെ, എന്നിട്ട് നമുക്കൊന്ന് സെൻറ്ററും പോകാൻ പറ്റുമോ നോക്കാം. കുറച്ച് നേരം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെറിയൊരു ചടപ്പ് വരികയെന്ന്. ഓരോ ദിവസം ഓരോ പോലെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ദിവസം. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം ഇല്ലെങ്കിലും ചെറുതായിട്ട് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ. മേ ബി ഇനി ഈ എന്താ പറയുക, ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹോർമോൺസൊക്കെ ഗെറ്റ് ബാക്ക് ചെയ്യുന്നൊരു സമയമായിരിക്കുമല്ലോ. അതിൻ്റെ പാർട്ടായിട്ട് ചില ദിവസം ഭയങ്കര ഹാപ്പിനെസ് തോന്നുന്നതാണ്, ചില ദിവസം ഭയങ്കര ഡൗൺ ആയിട്ട് തോന്നുന്നതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു കുട്ടീനെ നോക്കി വലുതാക്കി കൊണ്ടുവരിക, കുട്ടിക്ക് വേണ്ടത്ര സമയം ഒരു ദിവസം കൊടുക്കുക എന്നുള്ളത് ഒരു ചെറിയ ചില്ലറ ഗെയിമൊന്നും അല്ലല്ലോ. ഒരു ദിവസം നല്ല സമയം നമുക്കതിനു വേണ്ടി മാറ്റി വയ്ക്കണം. നമ്മുടെ മുന്നത്തെ ലൈഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫായിരിക്കും ഇപ്പം ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ കോപ്പപ്പ് ചെയ്യാനും മാക്സിമം നന്നായിട്ട് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നു. അപ്പോൾ ചില ദിവസം നമുക്ക് കുറച്ച് ടയർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ കുറച്ച് എനർജിക്ക് വേണ്ടിയിട്ട് കുറച്ച് അവിടെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം. നമ്മുടെ ഇവിടെ ഉള്ളതുണ്ടല്ലോ, അയ്യോ ക്യാമറ പോകണേ, ഇവിടെ ഉള്ളതുണ്ടല്ലോ ഈ ഇലകളൊക്കെ ഇനി താഴെ എത്തി. പിന്നെ ഈ ഗാർഡൻ ക്ലീൻ ചെയ്യുക എന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും. ഇതിൻ്റെ ഒപ്പം മഴയും കൂടെ പെയ്യും ചിലപ്പോൾ. അപ്പം ചപ്പരിയും എല്ലാം കൂടിയിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. ആദ്യം ഈ പച്ച ഇലയൊക്കെ ഓറഞ്ചാവും കണ്ടോ മുകളിൽ, അത് കഴിഞ്ഞിട്ടാണ് മഞ്ഞയാവുന്നത്. ഇവിടെ കണ്ടോ ഈ മുന്തിരി കംപ്ലീറ്റ് അച്ഛൻ വെട്ടിയായിരുന്നു. അതായത് ലീവ്സ് കംപ്ലീറ്റ് വെട്ടി. കാരണം മുന്തിരിയൊക്കെ പഴുത്ത് കഴിഞ്ഞായിരുന്നു. നമ്മളതെടുത്ത് റോസിന് കൊടുക്കുകയാണ് ചെയ്തത് ഇത്തവണ വൈനിടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ തവണ ഞാൻ വൈനിട്ടായിരുന്നു. ഇത്തവണ വൈനിടാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് റോസ് വൈനിടാം എന്ന് പറഞ്ഞ് റോസ് മുന്തിരിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ മുന്തിരി ഈ ഒരു അവസ്ഥയിൽ വെട്ടി നിർത്തിയത് കാരണം ഇവിടുന്ന് അധികം ഇല കൊഴിച്ചിലുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ഫോൾ സീസണിൽ യുവിനി വെച്ച് ഒരു ഫോൾ സീസൺ വൈബിലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും സഞ്ജേട്ടനും കാര്യമായി ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ വിചാരിച്ചു ഈ ഒരു തണുപ്പത്ത് ഇവനെയും കൊണ്ട് പോയി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അവന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ വിട്ടതായിരുന്നു. പിന്നെ അങ്ങനെ ഭയങ്കര ഒരു ഫോൾ സീസൺ ഫീൽ തരുന്ന ഒരു പാർക്കൊന്നും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്യണം. അതോ ഇനി നമുക്കറിയാത്തതാണോ എന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഹാർലം അമീർ ഏരിയയിൽ അങ്ങനത്തെ ഒരു ഫീലുള്ള പാർക്ക് ഉണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഏകദേശം താഴെയുള്ള കുറച്ച് ഇലകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ, നമ്മൾ ദിവസം കുറച്ച് നേരം, അതായത് അരമണിക്കൂറെങ്കിലും മിനിമം ഫോണും ടിവിയും എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ച് നമ്മൾ 3 പേരും മാത്രം ഇരുന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഇവനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് വളരെയധികം ആവശ്യമുള്ളൊരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലും നമ്മൾ വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവരോട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു അരമണിക്കൂർ കംപ്ലീറ്റ്ലി ഫോർ യുവിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ 2 പേരും മാറ്റിവെച്ചതാണ്. നമ്മൾ നെക്സ്റ്റ് കുറച്ച് ഡ്രസ്സ് യുവിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെയുള്ള അധികം ഡ്രസ്സും ഇവന്റെ ഈ ഒരു വിന്ററിന് പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ കയ്യും കാലും ഒക്കെ ഫുള്ളി കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സസ് ആണ്. അത് നാട്ടിൽ പോയാൽ ഭയങ്കര ചൂടെടുക്കുമല്ലോ. അപ്പൊ പെട്ടെന്ന് നാട്ടിൽ വന്ന ഉടനെ നമുക്ക് കടയിൽ പോയി വാങ്ങിക്കാൻ ഒന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇവിടുന്ന് വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നെക്സ്റ്റില് സെയില് പോകുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഗോ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നത് ഒരു UK സൈറ്റ് ആണോന്ന്. അപ്പൊ അവിടെ ഇപ്പൊ സെയില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
സമ്മർ സെയിൽ. അപ്പൊ സമ്മർ ഡ്രസ്സസ് ആണ് സെയിലിന് വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ കറക്റ്റ് സമയം നല്ല റേറ്റിന് വരുന്നു. അപ്പൊ ഈ റേറ്റിനൊക്കെ തന്നെയാവും നാട്ടിൽ പോയി വാങ്ങി വരുമ്പോഴും. അപ്പൊ ഒന്നും നോക്കണ്ട, എന്തായാലും വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഇവരുടെ ഡ്രസ്സസ് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ കുറച്ച് ഒരു 3-4 നൈറ്റ് സ്യൂട്ട് വാങ്ങിയിട്ടോ. അതായത് ഇപ്പൊ ഉള്ളതുപോലെ കാലും ഫുൾ ബോഡിയും കവർ ചെയ്യുന്ന, ഉള്ളിൽ റോംബേഴ്സ് ഒന്നും ഇടിക്കാതിരുന്നാൽ മതിയല്ലോ, നാട്ടിൽ പോകുമ്പോഴാണല്ലോ ഡ്രസ്സസ്. ഇതൊക്കെ പൊട്ടിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയിരിക്കും നല്ല. അല്ല ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ നോക്കണല്ലോ അല്ലേ. ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. ഇത് കണ്ടോ, നാട്ടിൽ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ജംപ് സ്യൂട്ട്സ് ആണ് കേട്ടോ, മുട്ട് വരെ വലിപ്പമുള്ളത്. അപ്പൊ ഇതൊക്കെ എനിക്ക് 4 എണ്ണം, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30 യൂറോയോ അല്ലെങ്കിൽ 25 യൂറോ അങ്ങനെ എന്തോ ആണ് എനിക്ക് കിട്ടിയത്. പക്ഷെ നല്ല ഡീലായിരുന്നു. ഇപ്പോഴും നെക്സ്റ്റില് സമ്മർ സെയിൽ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ, ഇങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ഇത് കുറച്ചിങ്ങനെ സ്ലീവ്ലെസ് പോലെ വരുന്ന റോംബേഴ്സ് വാങ്ങിയതാട്ടോ, വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കുമല്ലോ. ഇങ്ങനത്തെ ഒന്നും ഡ്രസ്സ് ഇവന്റെ ആക്ച്വലി ഇല്ല. ഇവിടെ ഫുൾ സ്ലീവ് വരുന്നതും കാല് കവർ ചെയ്യുന്നതും കൈ കവർ ചെയ്യുന്നതും ഒക്കെയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് തണുപ്പ് തുടങ്ങിയോണ്ട് അവന്റെ സൈസ് മാറിയപ്പോ ഞാൻ അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ന്യൂ ഡ്രസ്സാണിത്, ഇന്ത്യയിൽ പോകുമ്പോ ഇടാനുള്ള ഡ്രസ്സാണിത്, ഇന്ത്യയിൽ പോകുമ്പോ ഇടാനുള്ള ഡ്രസ്സാണിത്. ഹാപ്പിയാണോ യുവി ഇന്ത്യയിൽ പോണേല്? ഹാപ്പിയാണോ യുവി ഇന്ത്യയിൽ പോണേല്? ഹാപ്പിയാണോ കണ്ണ? ഹാപ്പിയാണോ? ഹാപ്പിയാണോ? നമ്മളിപ്പോ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഡ്രസ്സൊക്കെ മുകളിലൊരു ലെയറും കൂടെ ഒക്കെ ഒന്നിട്ട് നമുക്കിപ്പോ ഹോസ്തോർപ്പ് പോവാം. ഇന്ത്യയിൽ നമുക്ക് 10 days കഴിഞ്ഞ് പോവാം. ഓക്കെ, നമ്മളിനി ഒന്ന് പുറത്ത് പോയിട്ട് വരാന്ന് വിചാരിച്ചു. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു 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 എന്തായാലും പറയാ വിഷ്ണു, ഒരു ഉൾക്കാന്തൽ, ആ വാക്ക് എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടോ? തൽക്കാലം സാഹചര്യത്തിന് ചേരും. അതിന് മുന്നേ ഒരു ഓറഞ്ച് കഴിക്കട്ടെ കേട്ടോ. നമ്മളിപ്പോ മീലിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോഴേ, അതായത് കാർബ്സ് കുറയ്ക്കുമ്പോൾ നല്ലോണം വിശക്കും. കുത്തുണ്ടായിരിക്കും വേണ്ട, നല്ലോണം വിശക്കും. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ കഴിക്കുന്നത്. വായ കൂടെ പോയി അപ്പ കാറ് കയറണം, അല്ലാന്നുണ്ടെങ്കിൽ കച്ചറയാവും. ആരാ വണ്ടി ഓടിക്കണ? തിരിച്ചു വെച്ചു. ഫ്രണ്ടില് ഇപ്പൊ വേണ്ട, നമുക്ക് വേറെ ദിവസം നോക്കാം. ഇപ്പൊ തന്നെ ബാക്ക് സീറ്റിൽ എത്തിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഞാൻ എവിടെയോ പോയ പോലെ തോന്നുന്നു എനിക്ക്. അമ്മു ചേച്ചി സഞ്ചേട്ടനും അവരൊക്കെ പറയായിരുന്നു കേട്ടോ, നമ്മള് പിള്ളേരെ ബാക്കിൽ ഇരുത്തിയിട്ട് കുറച്ച് ശീലിപ്പിക്കണം, അല്ലെങ്കിൽ ഫോർ എവർ നമ്മൾ ബാക്കിൽ ഇരിക്കുന്ന പോലെയാവുന്നു. അപ്പൊ ചെറിയ ഡിസ്റ്റൻസിനൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ട്രയൽ കൊടുക്കുക ഇടയ്ക്ക്. അതിന്റെ ഒപ്പം നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ ഉറക്കെ സംസാരിക്കുകയാണ്, നമ്മുടെ പ്രസൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് അവരെ ഇങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെയും കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് അത്ര എളുപ്പമായിരിക്കില്ലല്ലോ, എനിക്ക് ബാക്കിൽ ഇരുന്നുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒന്ന് ശീലിപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ വെക്കേണ്ടി വരില്ല എന്റെ സീറ്റ്. അല്ല, എനിക്ക് കാണണം, ഞാൻ തിരിഞ്ഞു നോക്കിയാൽ കാണാം. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ എനിക്ക് തൊടാനും പറ്റും. പിന്നെ നമുക്ക് ഇപ്പൊ പോണ റൂട്ടിൽ അതെ. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കാരണം എപ്പോഴും വിഷ്ണുവിന്റെ ഡിപ്പെൻഡന്റ് ആയിട്ട് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഇവനും കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഇവനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ഹോഫ് ടോപ്പ് സെന്ററിൽ പോവാം. ഇപ്പൊ അങ്ങനെ ഡെയിലി സൺലൈറ്റ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ. സണ്ണൊരു മൂഡ് തോന്നി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വന്ന് പ്രസന്റ് പറയുന്നല്ലാതെ. ക്രിസ്മസിന്റെ ലൈറ്റ്സ് വന്നു തുടങ്ങി കേട്ടോ. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ഇരുട്ടാവൂലോ നേരത്തെ. ഇപ്പോഴും സമയം മാറിയിട്ടില്ല. സമയം 1 മണിക്കൂർ പുറകേക്ക് മാറും അല്ലേ? ഇപ്പൊ ഡേ ലൈറ്റ് സേവിങ് ഉണ്ടല്ലോ. അപ്പോ കുറച്ചും കൂടെ നേരത്തെ, ഇപ്പൊ 6:30, കുറച്ച് കഴിഞ്ഞാൽ 5:30 ആവും. അപ്പോ അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനാണ്. ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഡെക്കറേഷൻ ഉണ്ടായിരിക്കും ഒരു ജാനുവരി പകുതി വരെയൊക്കെ. ഇതിപ്പോൾ വിഷ്ണു ഫ്രൈഡേസ് ലീവ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു ശീലമാണ് കേട്ടോ. ചുമ്മാ ഉണ്ടാക്കിയെടുത്തൊരു ശീലമാണ്. വൈകുന്നേരം നമ്മൾ 3 പേരും കൂടെ വരും. ഈ ഒരു ഏരിയയിൽ ഇന്നൊരു ദിവസം മാത്രം 9 മണി വരെ കടകളെല്ലാം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ പുറത്ത് വന്ന് നമ്മളൊരു കോഫി കുടിക്കുക, കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കുക, എന്തെങ്കിലും ആവശ്യമുള്ള 1-2 ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. അങ്ങനത്തെ ഒരു ചെറിയ പരിപാടി. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് വെച്ചാൽ ഹൈഡ്രോഫിൽ. ഇത് ഏതൊക്കെ ഭാഗത്തിൽ ആവശ്യം വരുന്നത് അറിയില്ല. അതുകൊണ്ട് ഇതാണ് ഏറ്റവും ആവശ്യം. എൻ്റെ കണ്ണുകൾ എവിടേക്കോ ഉടക്കിയിട്ട് നമ്മുടെ കുറച്ച് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഒരു ബോട്ടിൽ മേടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹോൾഡ് ആൻഡ് ബാരറ്റിൽ വന്നിട്ടുള്ളത്. വൈറ്റമിൻ ഡി ഡെയിലി കൊടുക്കണം കേട്ടോ. വൈറ്റമിൻ ഡി ഒരു 3 ഡ്രോപ്സ് ഡെയിലി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫോർമുല സ്റ്റോർ ചെയ്യുന്ന, നമുക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ മെഷർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടിന്നാട്ടോ. ടിന്ന് പറയാൻ പറ്റും, കണ്ടെയ്നർ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒന്നുണ്ട്. പിന്നെ 2 കൂടെ വാങ്ങി. നാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ
പോണ സമയത്ത് ഇങ്ങനെ മെഷർ ചെയ്തിടാൻ പറ്റിയെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ വാഷ്റൂം പോയിട്ട് വരാം കേട്ടോ. ഞാൻ ബില്ലിങ് എന്ത് സ്വപ്നം കണ്ടോ? എന്താണ് എന്റെ അമ്മയുടെ നല്ല ചായല്ലേ ഇപ്പൊ? കരയണോ വേണ്ടയോ? പോവാം. എന്റെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കി വെക്കാം എന്തെങ്കിലും കിട്ടുമെന്ന്. എനിക്കല്ല, നാട്ടിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് 1-2 പേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മള് ഇനി അടുത്തത് ലാസ്റ്റ് ആയിട്ട് റിച്വൽസിലും കൊണ്ടുവന്ന് വന്നിരിക്കുകയാണ്. കുറച്ച് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരുമ്പോ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ഷോപ്പിംഗ് അവസാനിപ്പിക്കും. ഇത്തവണ ഞാൻ പറഞ്ഞില്ലേ മേജർ ഷോപ്പിംഗ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് നമുക്ക് മനസ്സറിഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള 1-2 സാധനങ്ങൾ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. അത് പിള്ളേരെന്തോ കടകളൊക്കെ ഏകദേശം അടച്ചു. നമ്മൾ സമയം എന്നൊക്കെ പറയാൻ തുടങ്ങിയതായിരുന്നു. കടകളൊക്കെ ഏകദേശം അടച്ചു. നമ്മൾ വീട്ടിൽ പോവാണ്. ഹൗ വാസ് യുവർ ഡേ? വിഷ്ണു ഇത്ര കാലയുടെ അങ്ങനെ വിഷ്ണുന്ന് വിളിച്ചിട്ട് വിഷ്ണു എന്ന് വിളിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഹൗ വാസ് യുവർ ഡേ? ഗുഡ്. ടയർഡാണല്ലോ? ടയർഡായിരുന്നു, പോയി കിടക്കാൻ തോന്നുന്നുണ്ട്. അതിന് പുള്ളി സമ്മതിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം നല്ല ഉറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് രാത്രി എത്ര ഉറക്കം ദീർഘിക്കും എന്നത് സംശയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസം ഓരോ പോലെയാണ്. പിന്നെ ഇപ്പം ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ പറയുമായിരുന്നു എന്തൊക്കെ ഉണ്ടെങ്കിലും അവസാനം ഇവൻ്റെ മുഖത്തൊക്കെ ഇടും ചിരിക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുക? അടിവയറ്റിൽ എനിക്ക് അടിവയറ്റിൽ മഞ്ഞ വീണ പോലെ. തനിക്ക് മനസ്സിലൊരു കുളിർമ. പുള്ളി നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് ബെൽറ്റ് ടൈറ്റ് ആക്കിയിട്ടില്ല, അത് ലൂസായിട്ട് കിടക്കണം. പാർക്കിൽ ഒറ്റ മനുഷ്യനില്ല. എൻ്റെ അമ്മയാണെങ്കിൽ പേടിച്ചാണ് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ആളില്ലാത്ത സ്ഥലമൊക്കെ ഭയങ്കര ടെൻഷനാണ്. അന്ന് നമ്മൾ മറ്റേ സെൻറ്റർ പോയിട്ട് വരുമ്പോൾ ഓർമ്മയില്ലേ കാർ പാർക്കിങ്ങിൽ ആരുമില്ല, എന്ത് സേഫ്റ്റി അവിടെ ഉള്ളതാണ്. ഇപ്പം എന്താ അത്? ഓക്കെ. അപ്പോൾ നമ്മൾ സംഗതികളെല്ലാം കാർ കയറ്റി നമ്മളിനി പോവുകയാണ്. നമ്മൾ വീട്ടിലാണ് പോണത്. സഞ്ചേട്ടൻ അങ്ങോട്ട് പോണേ മറുപടി കിട്ടണമെങ്കിൽ നാളെയോ കേട്ടോ. ചിന്തിച്ച് പ്രോസസ് ചെയ്ത് തീരുമാനിച്ചോ? ഇല്ല, ചിന്ത കുറച്ച് നേരം. അങ്ങനെ ആലോചിച്ച് തീരുമാനം എടുത്ത് നമ്മൾ സഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവനുണ്ടായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ഇവിടെ 3 മാസം. അപ്പം നമ്മൾ അങ്ങനെ അധികം വീടുകൾ വിസിറ്റിംഗ് അധികം ഉണ്ടായിരുന്നില്ല ഇവനെയും കൊണ്ട്. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവനെയും കൊണ്ട്. വാവ്, അമ്മ ചേച്ചിൻ്റെ വിളക്കെടുത്ത് റെഡിയാകാൻ പറഞ്ഞാലോ? കുറച്ചു നേരം ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് പിള്ളേരുടെ ഒപ്പൊക്കെ കളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ടോ. ചെറിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.